ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 163 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഏറ്റവും പ്രധാനമായ 2 കാര്യമാണ്. നമ്മുടെ കർത്താവിന്റെ കാഹളനാദത്തെങ്കിൽ അനവധി ആളുകൾ എടുക്കപ്പെടണം. രണ്ടാമത്തെ വിഷയം, നമ്മുടെ ഭാരതത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് ഏറ്റവും പ്രധാനമായ കാര്യം പ്രസ്താവിക്കുന്നത്. ന്യായാധിപന്മാരുടെ ഭാഗത്തേക്ക് കടന്നത് 7ാമത്തെ ന്യായാധിപൻ തോല എന്നാ പറയുന്നത്. അധികം അദ്ദേഹത്തെ പറ്റിയൊന്നും പറയുന്നില്ല. ഒരു 2 വാക്യത്തിനകത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 10ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ. അബിമേലെക്ക് മരിച്ച ശേഷം ഇസ്സാഖാർ ഗോത്രത്തിലെ തോല ഇസ്രായേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു. 23 വർഷം ന്യായാധിപനായിരുന്നു. അവൻ മരിച്ചു. അത്ര മാത്രമേ അവനെ പറ്റി പറയുന്നുള്ളൂ. 8ാമത്തെ ന്യായാധിപൻ യായീർ, അദ്ദേഹത്തെ പറ്റിയും വളരെ ചുരുക്കം വാചകത്തിലേ പറയുന്നുള്ളൂ. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 10ാം അധ്യായം 3ാമത്തെ വാക്യം. 22 വർഷം ന്യായപാലനം ചെയ്തു. അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. 30 പുത്രന്മാരുണ്ടായിരുന്നു. അവര് കഴുതപ്പുറത്ത് സഞ്ചരിച്ചു. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇനി 9ാമത്തെ ന്യായാധിപൻ ഇബ്താഹ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായം 1ാമത്തെ വാക്യം മുതലേ ഇബ്താഹിനെ പറ്റി പറയുന്നത് അവൻ പരാക്രമശാലിയായിരുന്നു. നമുക്ക് ഈ വാക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. പരാക്രമശാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഏതോ വലിയൊരു ക്രിമിനൽ ആ ചിന്തയാണ് കടന്നു വരുന്നത്. അല്ല, അവന് ലക്ഷ്യബോധത്തോടെ വൻ കാര്യങ്ങളെ നല്ല നിലയിൽ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്കാണ് പഴയ നിയമകാലത്തെ പരാക്രമശാലി എന്ന് പറയുന്നത്. എന്നാൽ അവനെ ജനം അംഗീകരിക്കാത്ത ഒരു വിഷയം, അവൻ നിരപരാധിയാണ്. അവനൊരു വേശ്യാപുത്രനായിരുന്നത് കൊണ്ട് അവന്റെ സഹോദരന്മാർ അവനെ തോബ് ദേശത്തേക്ക് ഓടിച്ചു വിട്ടു. കാരണം അവന് അനുകൂലമായിട്ട് ആരുമില്ലായിരുന്നു. സത്യത്തിൽ അവൻ നിരപരാധി, ഒരു വേശ്യയുടെ പുത്രൻ എന്ന ആ കാര്യത്താൽ അവൻ തള്ളപ്പെട്ടു. ആ കാലയളവിൽ ഇസ്രായേലിന് ന്യായാധിപന്മാരില്ലാഞ്ഞത് കൊണ്ട്, ഒരു നേതാവില്ലാഞ്ഞത് കൊണ്ട് അമോര്യർ ഇസ്രായേലിൽ യുദ്ധം ചെയ്തു. ആകെ വല്ലാത്തൊരു സാഹചര്യം ഇസ്രായേലിൽ കടന്നു വന്നു. അവിടെ ഇവന്റെ സഹോദരന്മാർ ഒരു കാര്യം ചെയ്തു, മൂപ്പന്മാരെല്ലാം കൂടി ഒരു കാര്യം ചെയ്തു. തോബ് ദേശത്തിൽ നിന്നും ഇബ്താഹിനെ കൊണ്ടുവന്ന് അവനെ ന്യായാധിപനാക്കി. അവന്റെ കഴിവുള്ളതുകൊണ്ടാണ്. ആത്മീയമായ കഴിവുള്ളവരെ നേതൃസ്ഥാനത്ത് വരുമ്പോഴാണ് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇബ്താഹ് വേശ്യാപുത്രനെങ്കിലും അവൻ ദൈവത്തിൽ വിശ്വസിച്ചവനായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായം 11ാമത്തെ വാക്യം.
അമോന്യരോട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ അവൻ ഒരു നേർച്ച നേർന്നു, അല്ലെങ്കിൽ ഒരു ഉടമ്പടി ദൈവവുമായിട്ട്. ഞാൻ യുദ്ധം ജയിച്ചു വരുമ്പോൾ എന്നെ ആദ്യം എതിരേറ്റു വരുന്നതിനെ ഹോമയാഗമായി അർപ്പിക്കും. എന്ന് പറഞ്ഞാൽ, ഹോമയാഗം എന്ന് പറഞ്ഞാൽ രക്തച്ചൊരിച്ചിൽ ഉള്ള യാഗം. അവൻ യുദ്ധത്തിലെ വൻ വിജയത്തോടുകൂടെ മടങ്ങി വരുന്നു. തനിക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ. 11:34. അവൾ നൃത്തത്തോടുകൂടെ തൻ്റെ അപ്പനെ സ്വീകരിക്കുവാൻ ഇതാ വരുന്നു. തൻ്റെ ഉടമ്പടി ആരോടും പറഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. മകൾ ഓടി വന്നപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കിതാണ്, മകളെ, നീ എൻ്റെ തലയെ കുനിച്ചോ. ഉള്ള കാര്യം മകളോട് പറഞ്ഞു. ഇനി മകളുടെ മറുപടി കേട്ടോണം. യഹോവയോട് പറഞ്ഞതുപോലെ എന്നോട് ചെയ്യുക. ഒരു മകളെ ഉള്ളെങ്കിലും അവളും ദൈവത്തിൽ വിശ്വസിച്ചവളായിരുന്നു. 37 വാക്യം. ഞാൻ എൻ്റെ സഖിമാരുമായി വിലാപം കഴിക്കേണ്ടതിന് 2 മാസം തരണമെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് അവൾ മടങ്ങി വന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ പറഞ്ഞതുപോലെ നേർച്ച നേരുകയും ചെയ്തു. പഴയ നിയമകാലത്തോ പുതിയ നിയമകാലത്തോ ഹോമയാഗത്തിന് മനുഷ്യന്റെ രക്തം കലർത്തുകയില്ലായിരുന്നു, കലർത്തിയിട്ടില്ല. എന്നാൽ ഈ നേർച്ച അക്ഷരീയമായിരുന്നുവോ, പകരം എന്തെങ്കിലും ചെയ്തോ എന്ന് ബൈബിളിൽ പറയുന്നില്ല. അവിടെ പറയുന്നത് അവൻ നേർന്നത് പോലെ തന്നെ ചെയ്തു എന്നാ പറയുന്നത്. അത്ര മാത്രമേ ബൈബിളിൽ നിന്ന് നമുക്ക് അറിവുള്ളൂ. ബാക്കിയൊന്നും നമുക്കത്ര മാത്രം അറിവില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇതിനകത്തൊരു ദൂത് പറയാനുള്ളത്, നാം ദൈവനാമത്തിനു വേണ്ടി എന്തെങ്കിലും വലിയ കാര്യമായിരുന്നാലും ചെറിയ കാര്യമായിരുന്നാലും നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ, കാര്യസാധ്യം നടന്നതിന് ശേഷം അതൊരിക്കലും മാറ്റം വരുത്താതെ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടി ഞാൻ ഈ തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. തുടർന്നും ക്ലാസ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഏറ്റവും പ്രവചനങ്ങളെല്ലാം നിറവേറി ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു എളിയ ദൈവദാസനാണ് ഞാൻ. ഭാരതം ഉണരട്ടെ, നിങ്ങളും പ്രാർത്ഥിക്കുക, അംഗങ്ങളാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.